ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി വ്ളോഗാണ്. സ്റ്റഡി വ്ളോഗ് മാത്രമല്ല, +2 കുറച്ച് കാര്യങ്ങളൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും. അപ്പം ആദ്യം തന്നെ ടേബിളൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി വെക്കാൻ വേണ്ടി അങ്ങനെ അതൊന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ +2 കുറച്ച് കാര്യങ്ങളൂടി പറഞ്ഞ പോലെ, അപ്പോൾ ജൂൺ 2-ാം തീയതി കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്കൂൾ തുറന്ന് ആദ്യത്തെ ദിവസം തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ റിസൾട്ട് കിട്ടി. അപ്പം ഞാനൊരു 5A+ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എനിക്ക് 4A+ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ എൻ്റെ ഉള്ള സമാധാനം എല്ലാം പോയി. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര മാർക്ക് കിട്ടിയില്ലല്ലോ. ഞാൻ പിന്നെ തൊട്ട് പഠിച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. +1 എനിക്ക് തോന്നുന്നു +2 ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ +2 പിന്നെ തൊട്ടൊന്നും പഠിച്ചില്ല. അങ്ങനെ കുറച്ച് ഇങ്ങനെ മടിയായി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ കുറേശ്ശെ പഠിക്കാമെന്ന് കരുതി നോക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതൊന്നും നടപ്പ് വശമില്ല. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ബാക്ക്ലോഗ്സ് ഇടുകയേ ചെയ്യരുത്. നിങ്ങൾക്ക് ജൂൺ 10-ാം തീയതി റിസൾട്ട് വന്നാൽ അത് കഴിഞ്ഞിട്ടായിരിക്കും പലരും പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇപ്പം ടീച്ചേഴ്സൊക്കെ വളരെ കുറച്ചേ പഠിപ്പിക്കത്തുള്ളൂ. കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ ആ ഒരു ടൈമാണല്ലോ. പിന്നെ നമുക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാൾ സ്പീഡിൽ അവർ പോകും. കാരണം അവർക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. ആ ഒരു ടൈമിനുള്ളിൽ അവർക്ക് പോർഷൻസ് തീരണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ട്യൂഷനിലെ അല്ലെങ്കിൽ സ്കൂളിലെ ഫോളോ ചെയ്ത് തന്നെ പോവുക. പിന്നെ സ്കൂളിൽ അടുത്ത ദിവസം പഠിപ്പിക്കുന്ന ടോപ്പിക്കാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സഹായിക്കും അത്. അപ്പം +1 ഇപ്പം എനിക്ക് ഫുൾ A+ ഇല്ല. പക്ഷേ എനിക്ക് +2 വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പറ്റുമോ എന്നൊക്കെ കുറേ പേർക്ക് ഇപ്പോഴും സംശയം ഉണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ +1 ഫുൾ A+ വേണമെന്നില്ല, +2 ഫുൾ A+ വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് 4A+ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒക്കെ 2A+ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ +1. പക്ഷേ +2 ഫുൾ A+ ഉണ്ട്. അപ്പം നമ്മളിടുന്ന ഹാർഡ് വർക്ക് എഫേർട്ടൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഫിസിക്സ് ഒന്നും ഞാൻ ആദ്യമേ മുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഫിസിക്സ് ഇങ്ങനെ മാറ്റി എഴുതുന്നൊരു സബ്ജക്റ്റായിരുന്നു ഞാൻ. അങ്ങനെ അവസാനമായപ്പോഴത്തേന് ഫിസിക്സിൻ്റെ 14 ചാപ്റ്ററിലെ 10 മാത്രമേ അറിയത്തുള്ളൂ. അത് എക്സാമിൻ്റെ തലേന്ന്. പിന്നെ ഒരു വിധത്തിൽ വൺ ഷോട്ടോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കണ്ടിട്ട് ജസ്റ്റ് എൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോയിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ഭാഗ്യത്തിന് ആ ചാപ്റ്ററുകളുടെ ആ പഠിച്ച ചോദ്യങ്ങൾക്കുള്ളിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എക്സാം അത്യാവശ്യം കുറച്ച് ടഫായിരുന്നെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടപ്പം എനിക്ക് കുറച്ച് സന്തോഷമായി. കാരണം നമ്മൾ ലാസ്റ്റ് ടൈം പഠിച്ച ക്വസ്റ്റ്യൻസ് ആണല്ലോ അത്. അപ്പോൾ നിങ്ങളൊരിക്കലും അങ്ങനെ ഇടരുത്. കാരണം നമുക്ക് മാക്സിമം നമ്മൾ അന്നെന്നുള്ളത് അന്നൊന്ന് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കാം. ആദ്യമേയൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് കാണും. പിന്നെ അത് പതുക്കെ പോകും. അങ്ങനെ ഒരിക്കലും പോകാനായിട്ട് നിങ്ങളിടയാക്കരുത്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. +2 ലൈഫ് നന്നായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ റിസൾട്ട് അതോർത്ത് നിങ്ങളിപ്പോഴേ ആരും പേടിക്കണ്ട. റിസൾട്ട് വരട്ടെ.